8051 മൈക്രോ കൺട്രോളറിൻ്റെ അഡീഷനും സബ്സ്ട്രാക്ഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്രോഗ്രാം സ്റ്റാറ്റസ് ഫീഡിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണം. ഈ കാണുന്ന രജിസ്റ്ററാണ് പ്രോഗ്രാം സ്റ്റാറ്റസ് ഫീഡ്. ഇത് എല്ലാ രജിസ്റ്ററെ പോലെ തന്നെ 8-ബിറ്റ് രജിസ്റ്ററാണ്. അത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു രജിസ്റ്ററാണ്. ഈ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ സ്റ്റാറ്റസാണത് ഇൻഡിക്കേറ്റ് ചെയ്യണത്. ഇതിൽ കുറച്ച് ബിറ്റുകൾ സെറ്റും റീസെറ്റും ചെയ്യും. ഈ ALUവിലെ ഓപ്പറേഷൻ അനുസരിച്ച് പ്രോഗ്രാം സ്റ്റാറ്റസ് ഫീഡ് സെറ്റ് ചെയ്യും. ഇതിന് ഫ്ലാഗ് രജിസ്റ്റർ എന്നും നമ്മൾ പറയാറുണ്ട്. PSW പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ മെമ്മറി ഓർഗനൈസേഷൻ ഒന്ന് നോക്കാം. 8051ൻ്റെ അതായത് 8051ന് ഇൻറ്റേർണൽ റാമും സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ റാമും ഇതുപോലെ റോമും ഇതുപോലെ കണക്ട് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ വേറെ IC വെച്ചിട്ടാണ് മെമ്മറി കാർഡ് അല്ലെങ്കിൽ മെമ്മറി IC ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യണം. ഈ കാണുന്നതാണ് ഇതിൽ ഇൻറ്റേർണൽ റാം, അതായത് 00H തുടങ്ങി 7FH വരെ ഉള്ള ലൊക്കേഷൻ ഇവിടെ എഴുതി കണ്ട് അതിൻ്റെ ഒരു വലുതായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇത്രയും ഭാഗം ഇൻറ്റേർണൽ റാം 00H 7FH. ഇൻറ്റേർണൽ റാമിലെ ഒരു മെയിൻ ഭാഗം എന്നുള്ളത് ഈ രജിസ്റ്റർ ബാങ്കുകളാണ്. ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3 ഇങ്ങനെ 3 ബാങ്കുകളുണ്ട്. ഓരോ ബാങ്കും 8 രജിസ്റ്റേഴ്സായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ രജിസ്റ്ററും 8 ബിറ്റാണ്. അതിപ്പോൾ എങ്ങനെ തിരിച്ചാണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഇത് 8 ഭാഗമായിട്ട് തിരിച്ചേക്കാണ്. ഇതൊരു ബാങ്ക് 0 എന്ന് വിചാരിക്കുക. ബാങ്ക് 0 8 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ രജിസ്റ്ററും അതിന് R0, R1 അങ്ങനെ R7 വരെ തിരിച്ചിട്ടുണ്ട്. ഓരോ രജിസ്റ്ററും ഇപ്പോൾ R0 എന്ന് വിചാരിക്കുക. ഇത് R0 ആണല്ലോ. ഈ R0 ഇതുപോലെ ഫർദറായിട്ട് പിന്നെയും തിരിച്ചിട്ടുണ്ട് 8 എണ്ണമായിട്ട്. അങ്ങനെ ഇതെല്ലാം തിരിച്ചിട്ടുണ്ട്. അത്രയും ഇത് ഒരു ടെമ്പററി ലൊക്കേഷൻ, അതായത് നമുക്ക് ഡാറ്റ ഇടയ്ക്ക് സൂക്ഷിക്കാനും R0 രജിസ്റ്ററിലേക്ക് മാറ്റി കാൽക്കുലേഷനൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് R0 അല്ലെങ്കിൽ R1 രജിസ്റ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ രജിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇൻറ്റേർണൽ മെമ്മറിയുടെ മെയിൻ ഉപകാരപ്പെടുന്നൊരു ഭാഗമാണ് ഇത്. അടുത്ത ഭാഗം ബിറ്റ് അഡ്രസ്ബിൾ മെമ്മറി ഏരിയയാണ്. അത് ഈ 20H ഉണ്ടല്ലോ, 20H തുടങ്ങി 2F വരെയുള്ള ഇത്രയും ഭാഗമാണ് ബിറ്റ് അഡ്രസ്സബിൾ. ഇതിൽ ഓരോ രജിസ്റ്ററും 8 ബിറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 20H ഇങ്ങനെയുള്ള ഇതാണെന്ന് വിചാരിക്കണേ 8 എണ്ണമായിട്ട് തിരിച്ചേക്കാണ്. ഇതിൽ 8 എണ്ണമായിട്ട് തിരിക്കുമ്പോൾ ഇത് 0th പൊസിഷൻ, ഇത് 7th പൊസിഷൻ. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ബിറ്റ് 20H .0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബിറ്റ് സെറ്റാവും. അതിന് ക്ലിയർ സെറ്റ് ബി. ഇപ്പോൾ അടുത്തത് 20H.7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ബിറ്റ് സെറ്റ് ചെയ്യും. അങ്ങനെ ഒരു ബിറ്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവമാണ് ഇത്. നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്തൊക്കെ ആവശ്യം വരും. അതുപോലെ തന്നെ ക്ലിയർ ചെയ്യാം. നമ്മുടെ ലോജിക്ക് അനുസരിച്ച് പല രീതിയിൽ മൈക്രോ കൺട്രോളറിന് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇതിനകത്ത് മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഈ ബാങ്കുകളാണ്. രജിസ്റ്റർ R1, R0, R1, R2 എന്നുള്ള രജിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതാണ്. അതെല്ലാ ബാങ്കിലും 7 വെച്ചിട്ടുണ്ട്. R7 വരെയുണ്ട്. 4 ബാങ്കാണല്ലോ ഉള്ളത്. 4 ബാങ്കിലും ഇങ്ങനെ R7 രജിസ്റ്റർ വരെ ഉണ്ട്. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റാറ്റസ് ഫീൽഡിൽ ഈ രജിസ്റ്റേഴ്സ് സെലക്ഷൻ എന്നത് ഇത് വരുന്നുണ്ട്. പ്രോഗ്രാം സ്റ്റാറ്റസ് ഫീൽഡ് വഴിയാണ് ഇതിന് ഏത് ബാങ്കാണ് സെലക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് കാരണം പറഞ്ഞു എന്നുള്ളൂ. PSWൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് SFR ഇൻറ്റേർണൽ മെമ്മറി SFRൻ്റെ ഫുള്ളാണ് ഈ കാണുന്നത്. ലൊക്കേഷൻ മെമ്മറിയുടെ ഏരിയ കാണുന്നത്. അതിൽ D0H ആണ് PSW. D0Hലാണ് അഡ്രസ്സിലാണ് ഈ രജിസ്റ്റർ കിടക്കുന്നത്. ഈ രജിസ്റ്റർ 8 ബിറ്റ് ലെങ്ത്തുള്ള രജിസ്റ്ററാണ്. ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D0H. ഈ ഭാഗമാണ്
ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, ലീസ്റ്റ് LSB എന്ന് പറയാം. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, ഇത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് MSB. ഇപ്പോൾ ഇതിൽ ഓരോ ബിറ്റായിട്ട് നമുക്കിതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇത് D0 ബിറ്റ്, ഇത് D1, D2, D3, D4, D5, D6, D7. അപ്പോൾ MSB ആണ് D7 വരുന്നത്, LSB D0. ഇങ്ങനെയും ഇതിനെ നമുക്ക് ബിറ്റ് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, അതായത് പ്രോഗ്രാം സ്റ്റാറ്റസ്ഫൈഡിൽ എന്തൊക്കെ ഫ്ലാഗ്സ് ഉണ്ടെന്ന് നോക്കാം. പ്രോഗ്രാം സ്റ്റാറ്റസ്ഫൈഡിൻ്റെ ഫ്ലാഗ് രജിസ്റ്റേഴ്സാണ് ഓരോ ബിറ്റിൽ ഇപ്പോൾ കാണുന്നത്. ഇതിൽ D0th ബിറ്റ് പാരിറ്റി ഫ്ലാഗാണ്. പാരിറ്റി ഫ്ലാഗിൽ നമ്പർ സെറ്റ് ചെയ്യുന്നതും റീസെറ്റ് ചെയ്യണതും അക്യുമുലേറ്ററിൽ നമ്പർ ഓഫ് വൺസ്, അക്യുമുലേറ്റർ രജിസ്റ്ററിലെ നമ്പർ ഓഫ് വൺസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അക്യുമുലേറ്ററിൽ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ, ഈവൻ നമ്പർ ഓഫ് വൺസ് ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യും, പാരിറ്റി ഫ്ലാഗ് സെറ്റാവും. ഇപ്പോൾ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് 0 ആവും, റീസെറ്റ് ആവും. അങ്ങനെയാണ് അത് ചെയ്യണത്. ഇപ്പോൾ ഇതുപോലൊരു കണ്ടീഷനാണെന്ന് വിചാരിക്കുക. അക്യുമുലേറ്ററിൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 വൺസ് ഉണ്ട്. അപ്പോൾ അത് ഓഡ് പാരിറ്റിയാണ്. അപ്പോൾ പാരിറ്റി ഫ്ലാഗിൽ 0 ആയിരിക്കും. ഇനിയിപ്പോൾ ഏതെങ്കിലും കണ്ടീഷനിൽ ഈ 0 മാറി 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 ആയി. അപ്പോൾ പാരിറ്റി ഫ്ലാഗ് സെറ്റാവും. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അടുത്തത് PSW1, അതായത് യൂസർ ഡിഫൈൻഡ് ഫ്ലാഗ്. അത് യൂസറിന് വേണ്ടി നമുക്കൊരു ബിറ്റ് സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഫ്ലാഗ് രജിസ്റ്ററാണ്. പിന്നെ ഓവർഫ്ലോ ഫ്ലാഗ് സാധാരണ വലിയ നമ്പേഴ്സ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ഒക്കെ വരുമ്പോൾ ഈ 8 ബിറ്റുള്ള സാധാരണ ഒരു രജിസ്റ്ററിന് ഉൾക്കൊള്ളാവുന്ന മാക്സിമം നമ്പർ ഓഫ് ബിറ്റ്സിന് 8 ബിറ്റുള്ളൂ. അപ്പം അതിൽ കൂടുമ്പോൾ ഇത് സെറ്റും റീസെറ്റൊക്കെ ആവും. അതിൽ കൂടുതലാണെങ്കിൽ 8 ബിറ്റ് കൂടുതലാണെങ്കിൽ അഡീഷൻ, സബ്സ്ട്രാക്ഷനൊക്കെ വരും. നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സൊക്കെ വരുമ്പോൾ ചില കണ്ടീഷനിൽ എറർ വരും. അപ്പോൾ എറർ വരുമ്പോൾ എറർ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റാവും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യും. പിന്നെയുള്ളത് RS1ഉം RS0 ആണ് പ്രോഗ്രാം സ്റ്റാറ്റസ്ഫൈഡിൻ്റെ D4ഉം D3ഉം ബിറ്റുകൾ. ഈ ബിറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ മറ്റേ ബാങ്ക് സെലക്ഷൻ, ബാങ്ക് രജിസ്റ്റേഴ്സ് R0 തുടങ്ങി R7 വരെയുള്ള രജിസ്റ്റർ. ഓരോ ബാങ്ക് ഉണ്ട്, ഓരോ ബാങ്കിലും 7 രജിസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാങ്ക് ആദ്യം സെലക്ട് ചെയ്യണം. ബാങ്ക് സെലക്ട് ചെയ്താൽ അതിൽ രജിസ്റ്റർ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബാങ്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 ബിറ്റുകൾ PSW4ഉം PSW3ഉം ഉപയോഗിക്കുന്നത്. അതിന് RS1ഉം RS0 എന്നും പറയും. രജിസ്റ്റർ ബാങ്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി RS1 0, RS0 0 ആയിക്കഴിഞ്ഞാൽ, രണ്ടും 0 ആയി കഴിഞ്ഞാൽ രജിസ്റ്റർ ബാങ്ക് 0 ആണ് സെലക്ട് ആവുക. ഈ രജിസ്റ്റർ ബാങ്ക് 0 സെലക്ട് ആയി കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ ഉള്ളിലുള്ള രജിസ്റ്റേഴ്സ്, അതായത് മറ്റേ പറഞ്ഞോണം R0 തുടങ്ങി R7 വരെ രജിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, 8 രജിസ്റ്റർ ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ഈ പ്രോഗ്രാം സ്റ്റാറ്റസ്ഫൈഡിൽ നമ്മൾ സെലക്ട് ചെയ്യാണ്, അത് സെറ്റ് ചെയ്തിട്ടാണ്. നമുക്ക് ഏത് രജിസ്റ്ററിൽ, ഏത് ബാങ്കിൽ ഏത് രജിസ്റ്റർ ഉപയോഗിക്കേണ്ടതെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇതുള്ളത്. ഈ പ്രോഗ്രാം സ്റ്റാറ്റസ്ഫൈഡിൽ RS1ഉം RS0ഉം അതിൽ ബിറ്റ് സെറ്റും റീസെറ്റ് ചെയ്യുന്നതനുസരിച്ച് ബാങ്കുകൾ മാറി വരും. 4 ബാങ്കുകളും ഇതുപോലെ സെലക്ട് ചെയ്യാം. അപ്പോൾ ആ സെലക്ട് ചെയ്ത ബാങ്കിലെ ഏതെങ്കിലും രജിസ്റ്റർ ആയിരിക്കും നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ വർക്ക് ചെയ്യണത്. എല്ലാ ബാങ്കുകളിലും ഈ R0 തുടങ്ങിയ R7 വരെ രജിസ്റ്ററുകളുണ്ട്, എല്ലാ ബാങ്കിലും ഉണ്ട്. അപ്പോൾ ഏത് R0 ആണോ അല്ലെങ്കിൽ ഏത് രജിസ്റ്റർ 0 തുടങ്ങി ഏത് രജിസ്റ്റർ 7 വരെ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ ബാങ്ക് സെലക്ട് ചെയ്യണതനുസരിച്ചിരിക്കും. ബാങ്ക് ഒരേ സമയം ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബാങ്കിലെ രജിസ്റ്ററിൽ R0 അല്ലെങ്കിൽ R7 ഏത് രജിസ്റ്റർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രോഗ്രാം സ്റ്റാറ്റസ്ഫൈഡിൽ ഇത്രയും ഭാഗം. F0 എന്ന് പറഞ്ഞാൽ ജനറൽ പർപ്പസ് സ്റ്റാറ്റസ് ഫ്ലാഗ്. ജനറൽ പർപ്പസ് നമുക്ക് തന്നെ പ്രോഗ്രാം ചെയ്യാവുന്നൊരു ജനറൽ പർപ്പസുള്ളൊരു ഫ്ലാഗാണ്. ഫ്ലാഗ് രജിസ്റ്റർ നമുക്ക് തന്നെ ഒരു ഫ്ലാഗ് സെറ്റും റീസെറ്റും ചെയ്യാം. പിന്നുള്ളതാണ് ഓക്സിലറി ഫ്ലാഗ്, PSW6. ഈ ഓക്സിലറി ഫ്ലാഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ
രണ്ട് 4 ബിറ്റ് നമ്പേഴ്സാണല്ലോ 8 ബിറ്റ് ആവണത്. രണ്ട് 4 ബിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് അക്യുമുലേറ്ററിൽ 0 0 0 1 0 0 0 1 ആണെന്ന് വയ്ക്കുക. അടുത്തത് ഇതുപോലെ തന്നെ അടുത്തൊരു രജിസ്റ്റർ 0 കണ്ടൻറ്റ് ആണെന്ന് വിചാരിക്കുക. 0 0 0 1 0 0 0 1 ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും ആഡ് ചെയ്യാണ്. ഈ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 0 0 0 0 0 0 0 0 0 1 1 എന്ന് പറഞ്ഞാൽ 1 0 ആണ്. അതിൽ 0 ഇവിടെ ഇടും, ബാലൻസ് 1 ഇവിടെ വരും. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ക്യാരി ഈ 4th ബിറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഈ 5th ബിറ്റിലേക്ക് മാറി. ഇങ്ങനെ ഒരു കേസിൽ വരുമ്പോൾ മാത്രമാണ് ഈ ഓക്സിലറി ക്യാരി സെറ്റ് ആവണത്. ഇവിടെയൊക്കെ ബിറ്റിന് ക്യാരി ഇവിടേക്ക് മാറിയാലൊന്നും സെറ്റ് ആവില്ല. ഈ 4th നിന്ന് 5th ബിറ്റിലേക്ക് ഏതെങ്കിലും ക്യാരി പോവുകയാണെങ്കിൽ മാത്രം ഇത് ഈ ഓക്സിലറി ക്യാരി സെറ്റ് ആവുള്ളൂ. അപ്പർ നിബിൾ ലോവർ നിബിൾ എന്നൊക്കെ ഇതിനെ പറയും. പിന്നെ നമ്മുടെ ഉള്ളത് ക്യാരി ഫ്ലാഗാണ്. ക്യാരി ഫ്ലാഗ് സെറ്റ് ആവണത് എങ്ങനെയാണ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ അഡീഷണൽ സബ്സ്ട്രാക്ഷനാണ്. ബോറോ വരുമ്പോഴും അഡീഷൻ്റെ കേസിൽ ക്യാരി വരും, സബ്ട്രാക്ഷൻ്റെ കേസിൽ ബോറോ വരും. അപ്പോൾ ഇതിൽ ഈ ലാസ്റ്റ് ബിറ്റ് D7th ബിറ്റിൽ ഒരു അഡീഷണൽ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു ക്യാരി ജനറേറ്റ് ചെയ്തു. ഒരു അഡീഷണൽ ആക്കിയ 1 + 1 0 ഒരു 1 വന്നു. ഇത് ഇങ്ങനൊരു കേസ് വരുമ്പോഴാണ് ക്യാരി ഫ്ലാഗ് സെറ്റ് ആവുക. ഇവിടെ സെറ്റ് ആവും, അല്ലെങ്കിൽ ക്യാരി ഫ്ലാഗ് 0 ആയിരിക്കും. അപ്പോൾ ഈ ക്യാരി ഫ്ലാഗ് നമുക്ക് പ്രോഗ്രാമിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കണ്ടീഷണൽ ജംപ്സ് ഉപയോഗിക്കും. ജമ്പ് ഓൺ ക്യാരി, ജമ്പ് ഓൺ നോൺ ക്യാരി, JNC ജമ്പ് ഓൺ നോൺ ക്യാരി. ക്യാരി ഇല്ലെങ്കിൽ ജമ്പ് ചെയ്യും. നമ്മളൊരു ലൂപ്പിലേക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഒരു JNC എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു ലൂപ്പിൻ്റെ പേര് എഴുതും, എന്നിട്ട് ആ ലൂപ്പിലേക്ക് ജമ്പ് ചെയ്യും. JC എന്ന് പറഞ്ഞൊരു ലൂപ്പിൻ്റെ പേര് എഴുതും, എന്നിട്ട് ആ ലൂപ്പിലേക്ക് ജമ്പ് ചെയ്യും. അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് കൊടുക്കാം. നമുക്ക് അഡ്രസ്സ് കൊടുക്കാം. ഇപ്പോൾ 40H ജമ്പ് ചെയ്യാം. പിന്നെ അവിടെ നിന്നായിരിക്കും ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യണത്. ഇങ്ങനത്തെ കേസ് വെച്ചിട്ടാണ് നമ്മൾ ക്യാരി ഫ്ലാഗ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണതല്ല. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ ജമ്പ് ക്യാരി ഉണ്ടെങ്കിൽ ജമ്പ് ചെയ്യണം, അല്ലെങ്കിൽ ക്യാരി ഇല്ലെങ്കിൽ ജമ്പ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻസ് നമ്മൾ എഴുതേണ്ടി വരും. ഇപ്പോൾ പ്രോഗ്രാം സ്റ്റാറ്റിസ്ഫൈഡ് ഒരു ഇമ്പോർട്ടൻറ്റ് രജിസ്റ്ററാണ്. ഇതിനെക്കുറിച്ച് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം.